നമസ്കാരം. പഹൽഗാം ആക്രമണത്തിന് ശേഷം പ്രത്യേകിച്ചും ഇന്ത്യൻ നേതാക്കളുടെ ഉൾപ്പെടെയുള്ള ഒരു പ്രതികരണം എന്നത് പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് എന്നാണ്. അതായത് പാകിസ്ഥാൻ പരാജയപ്പെട്ട ഒരു രാജ്യമാണ്. എല്ലാ അർത്ഥത്തിലും ഒരു രാജ്യം എന്ന ഒരു പരാജിതമായ ഒരു ജനക്കൂട്ടം എന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. പാകിസ്ഥാനിൽ ഭീകരവാദം തഴച്ചു വളരുന്നുണ്ട്. പാകിസ്ഥാൻ സർക്കാർ ഈ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ലോകമെമ്പാടും ഈ ഭീകരവാദത്തെ പാകിസ്ഥാൻ കയറ്റി അയക്കുന്നുമുണ്ട്. നമുക്കറിയാം, അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത ഒസാമ ബിൻ ലാദനെ അമേരിക്ക പിടികൂടിയത് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ നിന്നാണ്. അതായത് അമേരിക്കയുടെ സൈനിക പങ്കാളിയാണ്, ഭീകരതയ്ക്കെതിരെ അമേരിക്കയുടെ ഒരു വലിയ പാർട്ണറാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അമേരിക്ക തേടിക്കൊണ്ടിരുന്ന കൊടും ഭീകരവാദിയെ അമേരിക്ക അറസ്റ്റ് ചെയ്തത്. അതായത് പതിറ്റാണ്ടുകളോളം പാകിസ്ഥാനോടൊപ്പം നിന്ന രാജ്യമാണ് അമേരിക്ക. പാകിസ്ഥാന് ആവശ്യത്തിന് പണവും ആയുധങ്ങളും നൽകിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക. അതായത് ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കാൻ വന്നാൽ അമേരിക്കയാണ് അത് ഇടപെട്ട് ഇന്ത്യയെ തടയുന്നത്. ഈ രീതിയിൽ ഒരു സൈനിക പങ്കാളിയായി തന്നെ ഇരുന്ന ഒരു രാജ്യത്തോടാണ് പാകിസ്ഥാൻ ഈ കൊടും ചതി ചെയ്തത്. പാകിസ്ഥാൻ അമേരിക്കയിൽ ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്ന ഒരു ഭീകരവാദിക്ക് എല്ലാവിധ സഹായവും നൽകി അവിടെ ഒളിച്ചു താമസിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് അമേരിക്ക പാകിസ്ഥാനിനുള്ളിൽ നിന്ന് തന്നെ ഈ ഒസാമ ബിൻ ലാദനെ കണ്ടെത്തുന്നത്. അതോടുകൂടി പതിറ്റാണ്ടുകൾ നീണ്ട പാകിസ്ഥാൻ അമേരിക്ക ബന്ധം തന്നെ ഉലയുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്ന പാകിസ്ഥാൻ ഭരണാധികാരികൾ പാകിസ്ഥാനെ അത്ര കണ്ട് മൈൻഡ് ചെയ്തിരുന്നില്ല. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പാകിസ്ഥാന് നൽകി വന്നിരുന്ന എല്ലാ സഹായവും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടേമിൽ തന്നെ നിർത്തലാക്കുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്കൊപ്പമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി അമേരിക്ക മാറിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റ് ലോകരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, പാകിസ്ഥാൻ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇതാ ചിന്നിച്ചിതറാൻ പോകുന്നു എന്ന മറ്റൊരു തെളിവ് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇസ്ലാമാബാദിലെ ലാൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ മത തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ്, ഇന്ത്യ വിരുദ്ധതയുടെ കേന്ദ്രമാണ്. ഈ മതപണ്ഡിതന്മാരെല്ലാം ഇന്ത്യ വിരുദ്ധത പ്രസംഗിക്കുന്നത് ഈ ലാൽ മസ്ജിദിൽ നിന്നാണ്. ആ ലാൽ മസ്ജിദിൽ പങ്കെടുക്കവേ പാകിസ്ഥാനിലെ കുപ്രസിദ്ധ മതപണ്ഡിതനായ മൗലാന അബ്ദുൽ അസീസ് ഗാസി ഈ തൻ്റെ മുന്നിലിരിക്കുന്ന വിശ്വാസികളോട് അല്ലെങ്കിൽ തന്നെ കാണാൻ വന്ന ആളുകളോട് നൂറുകണക്കിന് പാകിസ്ഥാനികളോട് അദ്ദേഹം ചോദിച്ചു, ഒരുപക്ഷെ പാകിസ്ഥാൻ ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുത്ത് മുന്നോട്ട് പോയാൽ എത്ര പേർ പാകിസ്ഥാനെ സഹായിക്കാനുണ്ടാകും? നിങ്ങളിൽ എത്ര പേർ രാജ്യത്തോടൊപ്പം നിൽക്കുമെന്ന ചോദ്യത്തിന് ആരും കൈപൊക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബഹളവും അല്ലാഹു അക്ബർ വിളികളുമൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആരും തന്നെ കൈ ഉയർത്തിയില്ല. ആ ദൃശ്യം നമുക്കൊന്ന് കാണാം. अगर पाकिस्तान हिंदुस्तान की जंग में आप में से कितने लोग पाकिस्तान का साथ देंगे? हाथ खड़ा करें। कम ही नजर आ रहे हैं। इसका मतलब है कि काफी समझ पैदा हो चुकी है। मसला यह है कि पाकिस्तान और हिंदुस्तान की जंग इस्लाम की जंग ही नहीं है। पाकिस्तान की जंग कौमियत की जंग है। और आप सल्लल्लाहु अलैहि वसल्लम ने फरमाया, किसी ने पूछा कि एक शख्स कौमियत के लिए लड़ता है, शुजाअत के लिए लड़ता है और गैरत के लिए लड़ता है, तो कौन अल्लाह के रास्ते में है? तो आपने उसका उसूल और ज़ाब्ता बताया, मन क़ातला लितकून कलिमतुल्लाहि हियल उलिया। फरमाया वो अल्लाह के रास्ते में जो इसलिए जिहाद करता है, क़िताल करता है कि अल्लाह का दीन सरबुलंद हो जाए। आज पाकिस्तान में जो कुफरिया निज़ाम है, जो जालिमाना निज़ाम है और जो फिस्क़ व फुजूर है, वो हिंदुस्तान से ज्यादा बढ़कर, हिंदुस्तान में इतना जुल्म नहीं है जितना पाकिस्तान में जुल्म है। कि लाल मस्जिद जैसा अलमनाक सानहा हिंदुस्तान में हुआ, जमाना वजीरिस्तान में और पूरे खैबर पख्तूनख्वा में जो मज़ालिम हो रहे हैं वो वहां हुए कि उनके अपने जट तैयारों ने अपने ही मुल्क के रहने वालों पर ऐसी बमबारियां की हुई। क्या हिंदुस्तान के अंदर इतने लोग लापता पाए जाते हैं? हिंदुस्तान के अंदर कोई तहरीकें लापता अफराद के लिए हैं? लोग लापता अफराद के लिए तहरीकें चला चला कर, धरने दे देकर, थक कर मजबूर होकर घरों में बैठ के अल्लाह से मांगे। कितनी मसूरात यहां बैठी रही। बिलोच लापता, पख्तून लापता, अब तो तहरीक इंसाफ के लोग लापता, सहाफी लापता, उलमाए किराम लापता। यहां जो जुल्म है, और यहां नहीं, अक्सर मुसलमान ममालिक का यही हाल है। कुफरिया ममालिक में तो फिर भी किसी न किसी दर्जे में कोई मुजाहिरे की इजाजत दे देते। सऊदी अरब का हाल यह है कि सऊदी अरब
कि वहां के कितने उलमा ये फतवे दे रहे हैं, हरमैन के कितने उलमा फतवे दे रहे हैं कि इनकी इताअत होगी, हुक्मरानों की फलस्तीन का साथ नहीं दिया जाएगा। गलत फतवा है। कुरान और सुन्नत की तालीमात हमें ये कहती है तावनु अलल बिर्रि वत्तक़वा वला तावनु अलल इस्मि वल उद्वान, कि नेकी और तकवा के कामों में ताउन होगा, वला तावनु अलल इस्मि वल उद्वान, गुनाह के और जुल्म के कामों में ताउन नहीं होगा। ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം. ആരും തന്നെ കൈ ഉയർത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരും നിസ്സംഗരായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും മൂഡ് ഓഫ് ദ നേഷൻ എന്നൊക്കെ പറയുന്നത് ഇതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുക കൂടി ചെയ്യുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളുടെ മേൽ ബോംബിടുന്ന ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു. ബലൂചിസ്ഥാനിലും അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖ്വായിലുമൊക്കെ എന്താണ് നടക്കുന്നത്? അവിടെ നടക്കുന്ന വിഘടനവാദത്തെ നേരിടുന്നതിനു പകരം ആ സ്വന്തം ജനങ്ങൾക്ക് മേൽ ബോംബിടുന്ന ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അങ്ങനെയായാൽ ഒരു രാഷ്ട്രം എങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കും എന്നൊക്കെ ഇന്നത്തെ ഭരണകൂടത്തിനെ വിമർശിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന മൗലാന അബ്ദുൽ അസീസ് ഗാസി പ്രസംഗിക്കുന്നുണ്ട്. ഈ പറയുന്ന മത പുരോഹിതന്മാരും അതുപോലെ തന്നെ ഭീകരന്മാരും സാധാരണ ജനങ്ങളുമെല്ലാം ഒരുമിച്ച് പാകിസ്ഥാൻ സർക്കാരിനോടൊപ്പം നിന്നിരുന്ന ആ കാലഘട്ടം പോയിരിക്കുന്നു. പാകിസ്ഥാൻ ചിന്നിച്ചിതറേണ്ട ഒരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ഇത് തെളിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്ന പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനമാണ്. പാകിസ്ഥാനെ ഇന്ത്യ ഏതു നിമിഷവും ആക്രമിക്കുമെന്ന രഹസ്യ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ടത്രേ. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി പാകിസ്ഥാൻ്റെ ദേശീയ അസംബ്ലി കഴിഞ്ഞ ദിവസം വിളിച്ചുകൂട്ടിയിരുന്നു. എന്നാൽ ആ അസംബ്ലിയിലും പല പ്രതിനിധികളും പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, സർക്കാർ ഈ പ്രശ്നത്തെ അതീവ ഗുരുതരമായി കാണുന്നില്ല, അതിൻ്റെ ഗൗരവത്തോടു കൂടി കാണുന്നില്ല എന്നാക്ഷേപിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന രംഗം വരെ ഉണ്ടായി. അതായത് പാകിസ്ഥാനിൽ ഐക്യം നഷ്ടമായിരിക്കുന്നു, പാകിസ്ഥാൻ ഛിന്ന ഭിന്നമായിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ ആക്രമണം കൂടി നടന്നാൽ പാകിസ്ഥാൻ ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോകുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.